ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ആത്മീയ ഭോജ്യത്തിൽ വിചിന്തനം ചെയ്യുന്നത് ഭാര്യമാരെ കുളിര് കോരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ ഒരു കാര്യം പകൽ പോലെ വ്യക്തം. ഭാര്യയെ, നീ ഒരു അഭിമാന പാത്രമാണ്. നീ ഒരു നല്ല ഭാര്യയാണോ? അഭിമാന പാത്രം. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അത്രയും വലിയ സാധ്യത നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എന്തിന് വെറുതെ നമ്മൾ അപമാനപാത്രമാകണം? അല്ലെങ്കിൽ അവരെ എന്തിന് അപമാനപാത്രമാക്കണം? ഇത് ഭർത്താക്കന്മാരും മറ്റുള്ളവരും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ അഭിമാനപാത്രം. നമ്മൾ ഏതാനും വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ വലിയൊരു പ്രശ്നം നമുക്കറിയാം. ഒത്തിരി മക്കൾക്ക് വിവാഹം വേണ്ട. ചിലർക്ക് ധൈര്യക്കുറവ്, വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഒരു വേണമെങ്കിൽ അതങ്ങോട്ട് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. ഒത്തിരി പേരുടെ കമൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. കല്യാണം കഴിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ തന്നെ വീട്ടിൽ മാതാപിതാക്കൾ അവരുടെ ജീവിതം എങ്ങനെ പോകുന്നെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കെട്ടണമെന്നില്ല. ഒരു ഭാര്യ അഭിമാനപാത്രം പോലെ ജീവിച്ചിരുന്നെങ്കിൽ അവരുടെ മക്കൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വരില്ലായിരുന്നു. ഒരു ഭർത്താവ് ഭാര്യയെ അഭിമാനപാത്രമായി കണ്ടിരുന്നെങ്കിൽ അവരുടെ മക്കളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ചുവടുവയ്പ് ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വിഷയം ഏതാനും വചനങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. പ്രഭാഷകൻ 36 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. ഭാര്യയില്ലാത്തവൻ വേലിയില്ലാത്ത വസ്തു പോലെയാണ്. അത് സുരക്ഷിതമല്ല എന്നതുപോലെ തന്നെ ഭാര്യയില്ലാത്തവർക്ക് അങ്ങനത്തെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകാം. നമ്മൾ കാണുന്നുണ്ട് സഭാപ്രസംഗം 4-ാം അധ്യായം എടുക്കുമ്പോൾ ഭാര്യാഭർത്താക്കന്മാര് അവര് സൗഹൃദം അവരുടെ ഇടയിൽ സ്ഥാപിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഒരാൾ ക്ഷീണിക്കുമ്പോൾ മറ്റേയാൾക്ക് ഊർജം പകരാൻ പറ്റും. ഒരാൾ തളരുമ്പോൾ മറ്റേയാൾക്ക് താങ്ങാൻ പറ്റും. അങ്ങനെയാണ് അവർക്ക് പരസ്പരം സഹായിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് ആ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കല്യാണം വേണ്ട എന്ന് ഇന്ന് പലരും പറയാനുള്ള കാരണം നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, ഇന്ന് പലരും അവരുടെ വിളി അതെന്താണെന്ന് അന്വേഷിക്കുന്നില്ല. വിവാഹ ജീവിതത്തിലേക്കുള്ള വിളി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതെടുക്കാതെ മുമ്പോട്ട് പോയാൽ എങ്ങനെയിരിക്കും? വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ വേണമെങ്കിൽ മറ്റ് ജീവിതാന്തസ്സിനെ കുറിച്ച് ചിന്തിച്ചിരുന്നപ്പോൾ ദൈവം വന്നിട്ട് വിവാഹ ജീവിതത്തിലേക്ക് അവരെ നയിക്കുന്ന രംഗങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നു. ഹോശേയുടെ പുസ്തകം ആദ്യത്തെ ഏതാനും അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്. വിവാഹം പോലും പ്ലാൻ ചെയ്യാതിരുന്ന ഒരു വ്യക്തിയാണ് ഹോശേയ. അവനോട് ദൈവം പറയാണ്, ഗെറ്റ് മാരീഡ്, നീ വിവാഹിതനാവുക. അതും ആരെ കെട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുക്കുന്നത് കാണാൻ പറ്റും. നമ്മളിന്ന് എന്താണ് ദൈവത്തിനെ കുറിച്ചുള്ള പദ്ധതി, അത് ഞാൻ മനസ്സിലാക്കി അംഗീകരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ വിവാഹത്തിന് വിളിച്ചിട്ടുള്ളവർ അതിലേക്ക് പോകാനായിട്ട് ധൈര്യം കാണിക്കും. അതിനുള്ള ആ ഒരു ചുവടുവയ്പ് ധീരതയോടെ അവരെടുക്കുകയും ചെയ്യും. ഇന്ന് വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം തിക്താനുഭവം വേണേ അവരുടെ മുൻകാല അനുഭവങ്ങൾ ദുരുപയോഗിക്കപ്പെട്ടതായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ മനസ്സിന് മുറിവേറ്റവർ ചില പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കൊരു അനുഭവം ഉണ്ടായതോടെ ഇപ്പം എനിക്ക് ആരെയും വിശ്വാസമില്ല, എനിക്ക് ആരെയും അംഗീകരിക്കാൻ പറ്റത്തില്ല, എല്ലാവരും അവരെ നമ്മളെ വഞ്ചിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ മുതലെടുക്കാൻ വേണ്ടിയുള്ളവരാണ് എന്നുള്ള ആ ഒരു ചിന്ത ചില തിക്താനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വരുന്നതായിരിക്കാം. നമ്മൾ അത് വെച്ച് ആ മുറിവായിട്ട് മരണം വരെ ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല, കഥ പറയുന്നുണ്ട്, നീ മുറിവേറ്റ വ്യക്തിയാണോ, എൻ്റെ പക്കലേക്ക് തിരിയുക, ഞാൻ നിന്നെ സുഖപ്പെടുത്താം. അതാ ജെറമ്യായുടെ പുസ്തകം 30-ാം അധ്യായം 17-ാമത്തെ വചനം നമ്മെ ക്ഷണിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്കാണ്. വേറെ ചിലര് കല്യാണം വേണ്ട എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട്, കഷ്ടപ്പെടാൻ തയ്യാറല്ല. കെട്ടിയാൽ പിന്നെ പങ്കാളിയുടെ കാര്യം നോക്കണം, പിള്ളേരുണ്ടായ അവരുടെ കാര്യം നോക്കണം, അങ്ങനെ ഒരുപാട് കഷ്ടപ്പാട്. അതൊന്നുമില്ലാതെ ഒരു ഈസി ലൈഫ് അത് നോക്കി പോകുന്ന വ്യക്തികളെ കാണാൻ പറ്റും. നമുക്കറിയാമല്ലോ, ക്രിസ്ത്യാനികളെന്ന നിലയിൽ നമ്മൾ നോക്കേണ്ടത് ഈസി ലൈഫ് അല്ല. ഒരു കാര്യം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് നെവർ ആൻ ഈസി വേ, ഹി ഈസ് ദ ജെനുവിൻ വേ. യേശുക്രിസ്തു എന്ന് പറയുന്നത് എളുപ്പ വഴിയല്ല, യഥാർത്ഥ വഴി. ആ യഥാർത്ഥ വഴി അതാണ് നമ്മളെ സ്വർഗത്തിലെത്തിക്കുക. അത് ചിലപ്പോൾ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞതായിരിക്കാം. അതിന് ചില കഷ്ടപ്പാടുകൾ, ത്യാഗങ്ങൾ, പരിത്യാഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാകാം. അതെടുക്കാൻ തയ്യാറല്ലാത്തവർ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഈസി ലൈഫ് തേടി അവർ പോയെന്ന് വരും. ഇതെല്ലാം ഒരുപക്ഷെ ഇതിന് കാരണമാണ്. അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഒരു ഭാര്യ അഭിമാനപാത്രം എന്ന് സൂചിപ്പിക്കുന്ന വചനങ്ങളെങ്കിലും നമുക്കെടുക്കാം, പരിചയപ്പെട്ടിരിക്കാം. പ്രഭാഷകൻ 36:29, ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഒരു ഭർത്താവിന് അങ്ങനെ കാണാൻ പറ്റിയാൽ, ഒരു ഭാര്യയ്ക്ക് അത് ഭർത്താവിനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ, ഭാര്യയെ നീ അഭിമാനപാത്രമാണ്. 26-ന്റെ 1-ാമത്തെ വചനം, ഭർത്താവിൻ്റെ ആയുസ് ഇരട്ടിപ്പിക്കുന്നവളാണ് ഉത്തമ ഭാര്യ. ഉത്തമ ഭാര്യയായി മാറിയാൽ നിന്റെ ഭർത്താവ് ഭാഗ്യവാൻ, അവൻ്റെ ആയുസ് ഇരട്ടിക്കും. സുഭാഷിതങ്ങൾ 12-ന്റെ 4 വായിച്ചാലും അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉത്തമ ഭാര്യ
ഭർത്താവിൻ്റെ കിരീടമാണ്. അവനെ മഹത്വമണിയിക്കുന്ന വ്യക്തിയാണ് ഉത്തമ ഭാര്യ. പ്രഭാഷകൻ 26 1 മുതൽ വായിച്ചാൽ, ഉത്തമ ഭാര്യ ഭർത്താവിന് സമാധാനം പകരും. അതാണ് അവളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അവൾ ദൈവത്തിൻ്റെ ദാനമായിട്ട് കാണപ്പെടും. 26-16 വായിച്ചാലോ, ഒരു ചിട്ടയുള്ള ഭാര്യ, അവള് അത്യുന്നതന്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെ അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തെ പോലെ ആയിരിക്കും. അത്ര വിലയുള്ള വ്യക്തിയായിട്ട് ഒരു ഉത്തമ ഭാര്യയ്ക്ക് മാറാൻ പറ്റും. 26-ാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ, പ്രഭാഷകൻ 26-26, ഭർത്താവിനെ ബഹുമാനിക്കുന്നവളെ വിവേകിയായിട്ട് എല്ലാവരും കാണും. ബഹുമാനക്കുറവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അപമാനിതയായിട്ട് ഒരു ഭാര്യ മാറുക. സുഭാഷിതങ്ങൾ 31-ാം അധ്യായം കൂടി എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒറ്റ അധ്യായത്തിൽ ഉത്തമ ഭാര്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അതൊക്കെ നിന്റെ ജീവിതത്തിൽ നിറവേറിയാൽ നീ ഒരു അഭിമാന പാത്രമാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. 31-ാം അധ്യായത്തിൻ്റെ 10 മുതൽ വായിച്ചാൽ, ഉത്തമ ഭാര്യ രത്നങ്ങളെക്കാൾ വിലയുള്ളവളാണ്. നമ്മൾ ഒരുപാട് ഡയമണ്ട് വാങ്ങിക്കാനായിട്ട് അതിൻ്റെ പുറകെ ഓടുന്നൊരവസ്ഥ വരത്തില്ല. നിങ്ങളുടെ ജീവിതത്തിന് ഈ ഗുണമേന്മ വന്നാൽ മതി. അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മ മാത്രം ചെയ്യും. ഒരു ഉത്തമ ഭാര്യ ചെയ്യുന്ന കാര്യം, അവൾ അധ്വാനശീലിയായിരിക്കും. ഉച്ചയായാൽ എഴുന്നേക്കാതെ ഇങ്ങനെ അലസതയിൽ കിടന്നുറങ്ങുന്ന വീട്ടമ്മയെ അല്ലെങ്കിൽ ഭാര്യമാരെ ചിലപ്പോൾ നമ്മൾ കണ്ടെന്ന് വരും. ഉത്തമ ഭാര്യ അല്ല. അവരെ വരുത്തുന്നത് അപമാനമാണ്. അപമാന പാത്രമായിട്ട് മാറിയിരിക്കുക. അവളുടെ വിളക്ക് ഒരിക്കലും അണയുകയില്ല എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും അവൾ വീഴ്ച വരത്തില്ല. രാത്രിയിൽ അവളുടെ വിളക്ക് അണയുകയില്ല. അവൾ നല്ല പ്രാർത്ഥനയുള്ള വ്യക്തിയായിരിക്കും. അവൾ വാ തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരും. ഒരു ഉത്തമ ഭാര്യയെ നമ്മൾ അറിയുന്ന അവളുടെ സംസാരം കൊണ്ട്. സംസാരം, നമ്മൾ ഈ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംസാരം, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരം, വിധിച്ചുള്ള സംസാരം, കുറ്റപ്പെടുത്തിയുള്ള സംസാരം, ഇതൊന്നും ഉത്തമ ഭാര്യയ്ക്ക് ചേരുന്നതല്ല. പകരം ജ്ഞാനം അവളുടെ നാവിൽ നിന്ന് വീഴണം. അപ്പോൾ അവള് ഉത്തമ ഭാര്യയായി മാറും. ഭാര്യ ഉത്തമയാകാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. പ്രഭാഷകൻ 26-3-ാമത്തെ വചനം, ദൈവഭയമുള്ളവളാണ് ഉത്തമ ഭാര്യയാകുക. അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ പോക്കില്ല, പ്രാർത്ഥനയില്ല, ദൈവഭയമില്ല, അങ്ങനെ ഒരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത് എങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു ഉത്തമ ഭാര്യയാൻ പറ്റും? ഉത്തമ ഭാര്യയായിട്ട് ജീവിക്കുന്നവരെ കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ അഭിമാനപാത്രമാണ്. ആ ഒരു ജീവിതം തുടരുക. അല്ലാത്തവരും ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.